ചെയ്യാൻ പോകുന്നത് ചൈൽഡ് സൈക്കോളജിയിലെ ഫസ്റ്റ് യൂണിറ്റായ സൈക്കോളജി എന്ന ഫസ്റ്റ് യൂണിറ്റിലെ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പം ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് ദ ഗ്രീക്ക് വേർഡ് സൈക്ക് മീൻസ്? എന്താണ് സൈക്ക് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്? അപ്പോൾ എൻ്റെ ഓപ്ഷൻസ്: നോംസ്, മൈൻഡ്, ബിഹേവിയർ. നോംസ്, മൈൻഡ്, ബിഹേവിയർ. ആൻസർ അറിയാവുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വാട്ട് ഡസ് ദ ഗ്രീക്ക് വേർഡ് സൈക്ക് മീൻസ്? ദ ആൻസർ ഈസ് മൈൻഡ്. ആൻസർ എന്താണ്? മൈൻഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ലോജിയ ഓർ ലോജിയോൺ മീൻ? ലോജിയ അല്ലെങ്കിൽ ലോജിയോൺ എന്ന് പറയുന്നത് വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സയൻസ്, സോൾ, സേയിങ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. സയൻസ്, സോൾ, സേയിങ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. ഇതിലെന്തായിരിക്കും വരുന്നത്? ആത്മാവിനെ കുറിച്ചിട്ടുള്ളതാണോ? ഒരു സയൻസ് ശാസ്ത്രമാണോ? അത് എന്തെങ്കിലും കുറിച്ച് പറയുന്നതാണോ? അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും? ദ ഓപ്ഷൻ സി, സേയിങ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. സേയിങ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് ക്വസ്റ്റ്യൻ. Who defined psychology as the science that studies the response which living individual make their environment? ആരാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനോടുള്ള പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റുമായി പ്രതികരിക്കുന്ന ഒന്നാണ് സൈക്കോളജി എന്ന് നിർവചിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ജെയിംസ്, ഗാർഡ്നർ മർഫി, വില്യം വാട്ട്. ആരാണ്? ഒന്നുകൂടി. വില്യം ജെയിംസ്, ഗാർഡ്നർ മർഫി, വില്യം വാട്ട്. ആൻസർ ഈസ് ഗാർഡ്നർ മർഫി. ആൻസർ ഈസ് ഗാർഡ്നർ മർഫി. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് സൈക്കോളജിസ്റ്റ് ഡിഫൈൻഡ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്? സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? വില്യം ജെയിംസ്, ഗാർഡ്നർ മർഫി, വാട്സൺ. ഈ പറഞ്ഞിരിക്കുന്ന 3 ശാസ്ത്രജ്ഞന്മാരിൽ ആരാണ് സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്? ദ ആൻസർ ഈസ് വില്യം ജെയിംസ്. ആൻസർ ഈസ് വില്യം ജെയിംസ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Why was the definition of psychology as the science of mind rejected? Science of mind rejected. അത് സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന നിർവചനം എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും റിജക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് വാസ് ടു ബ്രോഡ്. വളരെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആയത് കാരണമാണ്. ദ ടൈം മൈൻഡ് വാസ് മിസ്റ്റീരിയസ് ആൻഡ് വേഗ്. മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ ഒന്നും പറ്റാത്ത കാരണമാണ്. ഇറ്റ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ബിഹേവിയർ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ബിഹേവിയർ എന്താണ്, പെരുമാറ്റം എന്താണെന്ന് നിർവചിക്കാത്ത കാരണമാണ്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ആൻസർ? ആൻസർ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് ആൻസർ എന്നുള്ളത്. അത് ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ബി ആണോ? അപ്പോൾ ജസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടെയും റീഡ് ചെയ്യാം. ഇറ്റ് വാസ് ടു ബ്രോഡ്. ദ ടൈം മൈൻഡ് വാസ് മിസ്റ്റീരിയസ് ആൻഡ് വേഗ്. ഇറ്റ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ബിഹേവിയർ. ഇതിൻ്റെ അകത്ത് ബിഹേവിയർ. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ് പറയുന്നത്? ദ ടൈം മൈൻഡ് വാസ് മിസ്റ്റീരിയസ് ആൻഡ് വേഗ്. മിസ്റ്റീരിയസ് ആണ് എന്ന് വെച്ചാൽ മൈൻഡ് എന്ന് പറയുന്ന കാര്യം എന്താണ്, കൂടുതലായിട്ട് ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് വളരെ ഇലാബറേറ്റ് ചെയ്ത്. ഓക്കെ, ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി വാസ് പ്രപ്പോസ്ഡ് ബൈ പിൽസ്ബറി ഇൻ 1911? 1911 പിൽസ്ബറി എന്ത് ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്? സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, സയൻസ് ഓഫ് ബിഹേവിയർ, സയൻസ് ഓഫ് ദ മൈൻഡ്. ഇതിൽ ഏതാണ് പിൽസ്ബറി പറഞ്ഞിരിക്കുന്നത്? സൈക്കോളജി എന്നാൽ എന്താണ് എന്നാണ് പിൽസ്ബറി പറഞ്ഞിരിക്കുന്നത്? സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, സയൻസ് ഓഫ് ബിഹേവിയർ, സയൻസ് ഓഫ് ദ മൈൻഡ്. കമൻറ്റ് ചെയ്യുക ആൻസർ അറിയാവുന്നവർ. ഓക്കെ, ദ ആൻസർ ഈസ് സയൻസ് ഓഫ് ബിഹേവിയർ. ആൻസർ ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വാട്ട് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡസ് സൈക്കോളജി സ്റ്റഡി? സൈക്കോളജി എന്താണ് ഹ്യൂമൻ ലൈഫിൽ എന്ത് ആസ്പെക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എന്നാണ്. ഒൺലി ചൈൽഡ്ഹുഡ് മാത്രമാണോ? ഓൾ സ്റ്റേജസ് ഫ്രം ജെർമിനൽ സ്റ്റേജ് ടു ഓൾഡ് ഏജ്, അതായത് നമ്മുടെ ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഭ്രൂണത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ നമ്മുടെ ഓൾഡ് ഏജ് വരെയുള്ള കാലഘട്ടത്തിൽ ഒൺലി അഡൽട്ട്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ അഡൽട്ട്ഹുഡ് മാത്രമാണോ? ഇതിനകത്ത് വരുന്നത് എന്താണ്? സൈക്കോളജി എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ ആദ്യമേ തൊട്ടുള്ള എല്ലാ കാലങ്ങളിലും ഉണ്ടല്ലേ. അപ്പോൾ ദ ആൻസർ ഈസ് ഓൾ ദ സ്റ്റേജസ് ഫ്രം ജെർമിനൽ സ്റ്റേജ് ടു old age, germinal stage to old age. Then, who is one of the famous behaviorists that defined psychology as the science of behavior? ഏത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബിഹേവിയറിസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ്. ആരാണ് ആ ബിഹേവിയറിസ്റ്റ്? വില്യം വാട്ട്, ഗാർഡ്നർ മർഫി, വാട്സൺ. ഇതിൽ ആരാണ് ബിഹേവിയറിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഒന്നുകൂടി, വില്യം വാട്ട്, ഗാർഡ്നർ മർഫി, വാട്സൺ. ആൻസർ ഈസ് വാട്സൺ. ഏത് ഏത് ബിഹേവിയറിസ്റ്റ് ആണ് പറഞ്ഞിരുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ? ദ വാട്സൺ. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സൈക്കോളജി സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് ആൻഡ് എക്സ്പെരിമെന്റ് വിത്ത്? എന്താണ് സൈക്കോളജി എക്സ്പെരിമെൻ്റ് ചെയ്യണ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താണ്? ഒൺലി കോൺഷ്യസ്നസ്, നമ്മുടെ ബോധാവസ്ഥയെ മാത്രമാണോ? ഹ്യൂമൻ റെസ്പോൺസസ്, ആൾക്കാരുമായിട്ടുള്ള പ്രതികരണം മാത്രമാണോ? അതേ നമ്മളുടെ സോൾ, മനസ്സിനെയാണോ? എന്താണ് സൈക്കോളജി ഒബ്സർവ് ചെയ്യുന്നത്? സൈക്കോളജി എന്ന പദം കൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഒൺലി കോൺഷ്യസ്നസ്, നമ്മുടെ ബോധാവസ്ഥയെ മാത്രമാണോ ചെയ്യുന്നത്? അല്ല. ദെൻ ഹ്യൂമൻ റെസ്പോൺസസ്, അതെ നമ്മുടെ ഓരോ ആൾക്കാരുടെയും എന്താണ് റെസ്പോൺസിനെ ബേസ് ചെയ്തിരിക്കുക. അപ്പോൾ ആൻസർ ഈസ് ദ ഹ്യൂമൻ റെസ്പോൺസസ്. ആൻസർ എന്താണ്? ഹ്യൂമൻ റെസ്പോൺസസ്. ഓക്കെ. ദെൻ വൈ വാസ് ദ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് റിജക്റ്റഡ്? എന്തുകൊണ്ടായിരിക്കും സൈക്കോളജിയെ നിർവചിച്ചിരിക്കുന്നത്, സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് നിർവചിച്ചിരിക്കുന്നത് തള്ളിക്കളയാൻ കാരണം എന്താണ്? ഇറ്റ് ഇൻക്ലൂഡഡ് ബിഹേവിയർ, ഇതിനകത്ത് ബിഹേവിയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാഡ് എ വെരി നാരോ വിഷൻ, ഇതിനകത്ത് നമുക്ക് എന്താ കൂടുതലായി ഒന്ന്, ഇറ്റ് വാസ് ടു ബ്രോഡ്. അപ്പോൾ എൻ്റെ ആൻസർ ഈസ് ഇറ്റ് ഹാഡ് എ വെരി നാരോ വിഷൻ. ഇറ്റ് ഹാഡ് വെരി നാരോ വിഷൻ. അക്കോർഡിംഗ് ടു വുഡ്വർത്ത് മാക്യൂസ്, വാട്ട് ഈസ് സൈക്കോളജി? എന്താണ് വുഡ്വർത്ത് ആൻഡ് മാക്യൂസ് എന്ന് പറയുന്ന സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാര്യം എന്താണ്? Study of human behavior, scientific study of activities of the individual relation to his environment, study of human relations, scientific study of activities. The answer is scientific study of activities of the individual in relation his environment. Then what do Crow and Crow define psychology as? എന്താണ് Crow and Crow പറഞ്ഞിരിക്കുന്ന സൈക്കോളജിയെ കുറിച്ച്? Study of the mind, scientific investigation of behavior, study of human behavior or human relationship. എന്തായിരിക്കും പറയുന്നത്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അക്കോർഡിംഗ് ടു N.L. Munn, psychology concerns itself with what? Study of human relations, scientific investigation of behavior and study of the mind. And the answer is the scientific investigation of behavior. എന്താണ് പെരുമാറ്റം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണത്തെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then next question is, what is the relationship between education and psychology? Psychology educationും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? They are completely unrelated. They have deep relationship. They are same thing. Answer, they have deep relationship. Answer, they have deep relationship. According to Skinner, what does educational psychology deal with? Skinner പറഞ്ഞിരിക്കുന്നത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ കുറിച്ച്? എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ, സ്റ്റഡി ഓഫ് ദ മൈൻഡ്. ഇതിൽ ഏതാണ്
എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ച് സ്കിന്നർ പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഈസ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ്. എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഓരോ വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ, പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി? എങ്ങനെയാണ് ക്രോ ആൻഡ് ക്രോ എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റഡി ഓഫ് ദ മൈൻഡ്, മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണോ? ഡിസ്ക്രൈബ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഡിസ്ക്രൈബ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ്. ജനനം മുതൽ വയസ്സാകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും പഠിക്കുന്ന അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഉണ്ടാവുന്ന എക്സ്പീരിയൻസിനെയാണ് ക്രോ ആൻഡ് ക്രോ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എയിം ടു മോഡിഫൈ? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി മോഡിഫൈ? ദ മൈൻഡ്, ബിഹേവിയർ ഈസ് ദ മോസ്റ്റ് ഡിസൈറബിൾ വേ, ദ എൻവയോൺമെൻറ്റ്. ദ ആൻസർ ഈസ് ബിഹേവിയർ ഈസ് ദ മോസ്റ്റ് ഡിസൈറബിൾ വേ. നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. വാട്ട് ഡസ് ചൈൽഡ് സൈക്കോളജി സ്റ്റഡി? എന്താണ് ചൈൽഡ് സൈക്കോളജിയിൽ പഠിക്കുന്നത്? ഒൺലി ചൈൽഡ്സ് മെൻ്റൽ സ്റ്റേജ്, കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഘട്ടങ്ങൾ മാത്രമാണോ? ഇത് ചൈൽഡ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ ശാരീരികം, മാനസികം ആൻഡ് വൈകാരികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഒൺലി ചൈൽഡ്സ് ഫാമിലി റിലേഷൻസ്, അല്ലെങ്കിൽ കുട്ടികളും അവർക്കുടെ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻസ് ആണോ ബാധിക്കുന്നത്? അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊത്തത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ, അതായത് ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇസ് ചൈൽഡ്സ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ബ്രോട്ട് അബൌട്ട് റെവല്യൂഷൻ ഇൻ ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ? ചൈൽഡ് സൈക്കോളജി, പാരൻ്റൽ ഇൻഫ്ലുവൻസ്, ഫാമിലി റിലേഷൻ. The answer is child psychology. What can child psychology help improve in schools? സ്കൂൾസിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും? ക്ലാസ് റൂം സൈസ്, കരിക്കുലം ഓർ ടീച്ചിങ് മെത്തേഡ്സ്, സ്കൂൾ ലഞ്ചസ്. അപ്പോൾ നമുക്കറിയാം എന്താ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഒരു കുട്ടിയെ ഹാൻഡിൽ ചെയ്യണമെങ്കിലും ടീച്ചിങ് മെത്തേഡ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്നല്ല. അപ്പോൾ അതിൽ എന്താണ് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്? കരിക്കുലം ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ്. എന്താണ് കരിക്കുലം ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, വാട്ട് ക്യാൻ എ ടീച്ചർ ഹൂ നോസ് ചൈൽഡ് സൈക്കോളജി ഡു ഈസിലി? ഇഗ്നോർ ക്ലാസ് റൂം പ്രോബ്ലംസ്, ഫൈൻഡ് ക്ലാസ് റൂം പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, ഡിസിപ്ലിൻ ചിൽഡ്രൻ. ഈ എന്താണ് ഒരു ടീച്ചർക്ക് സൈക്കോളജി അറിയാമെങ്കിൽ അവർക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എന്താണ് നമുക്ക് പ്രോബ്ലംസ് മാറ്റിക്കളയാൻ മാത്രമല്ല അറിയുള്ളൂ, എന്താ ഫൈൻഡ് ചെയ്യാനും പറ്റണം അല്ലേ? അപ്പോൾ ഫൈൻഡ് ദ ക്ലാസ് റൂം പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഈസ് ദ ആൻസർ. ദെൻ വാട്ട് ഈസ് ദ വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് നോയിങ് ചൈൽഡ് സൈക്കോളജി ഫോർ ടീച്ചേഴ്സ്? ടീച്ചേഴ്സ് അറിയുമ്പോൾ എന്താണ്? ഡിറ്റക്റ്റിംഗ് സ്റ്റുഡൻറ്റ് സ്കിൽ ഈസിലി, ഗിവിങ് മോർ ഹോംവർക്ക്, സ്പെൻഡിങ് ലെസ് ടൈം വിത്ത് സ്റ്റുഡൻസ്. നമുക്കിത് അറിയാമെങ്കിൽ എന്താണ്? ഡിറ്റക്റ്റിംഗ് സ്റ്റുഡൻറ്റ് സ്കിൽ ഈസിലി, നമുക്ക് കുട്ടികളുടെ കഴിവുകൾ ഓരോന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. വാട്ട് ഡസ് ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് റിഫൈൻ ഇൻ ചിൽഡ്രൻ? കുട്ടികൾ ദ ഫിസിക്കൽ സ്ട്രെങ്ത്, ദർ ഇമോഷൻ, നാച്ചുറൽ ടെൻഡൻസീസ്, ദർ ഹാൻഡ് റൈറ്റിംഗ്. ദർ ഇമോഷൻസ് ആൻഡ് നാച്ചുറൽ ടെൻഡൻസീസ്, അവരുടെ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്കിടെ എന്താണ് അവർക്ക് എന്തിനോടാണ് താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വളരെ റിഫൈൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.
ദ ബേസിക് നീഡ്സ് ഡസ് ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ഐഡൻറ്റിഫൈ. എന്തായിരിക്കും ബേസിക് നീഡ് എന്ന് പറയുന്നത്? കണി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ നീഡ്സ്, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് ക്ലോത്തിങ് നീഡ്സ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. വാട്ട് ആർ ദ ഫിസിക്കൽ നീഡ്സ് ഓഫ് എ ചൈൽഡ്? ഒരു കുട്ടിയുടെ ഫിസിക്കൽ നീഡ്സ് എന്താണ്? ലവ്, ഫ്രീഡം, റെക്കഗ്നൈസേഷൻ, ഫുഡ്, എയർ, ക്ലോത്ത്, വാട്ടർ, ഷെൽട്ടർ, ലൈറ്റ്, സെക്യൂരിറ്റി, വാംത്ത്, റെക്കഗ്നൈസേഷൻ. ഇതിലേതാണ്? നമ്മൾ പഠിച്ചിരുന്നു ഫിസിക്കൽ നീഡ്സ്. നമുക്ക് പൊതുവായിട്ട് വരുന്ന അത് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന 5 കാര്യങ്ങൾ തന്നെയാണ്. ഫുഡ്, എയർ, ക്ലോത്ത്, വാട്ടർ, ഷെൽട്ടർ, ലൈറ്റ്. ദാറ്റ് ഈസ് ദ ആൻസർ. വാട്ട് ആർ ദ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് എ ചൈൽഡ്? എന്തെല്ലാമാണ് സൈക്കോളജിക്കൽ നീഡ്സ് ആയിട്ട് വരുന്നത്? ഫുഡ്, എയർ, ഷെൽട്ടർ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറയുന്നത് ഫിസിക്കലാണ്. ദെൻ റെക്കഗ്നൈസേഷൻ, ലവ്, ഫ്രീഡം, വാട്ടർ, ക്ലോത്ത്, ലൈറ്റ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റെക്കഗ്നൈസേഷൻ, ലവ്, ഫ്രീഡം എന്നുള്ളതാണ്. ഓക്കെ. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെൻ്റൽ നീഡ് ഓഫ് എ ചൈൽഡ്? ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻ്റൽ നീഡ് എന്ന് പറയുന്നത് എന്താണ്? ലവ്. ആൻസർ ഈസ് ലവ്. ഓപ്ഷൻസ് ഫ്രീഡം, ലവ്, സെക്യൂരിറ്റി. ആൻസർ ഈസ് ലവ്. വൈ ഈസ് ഫ്രീഡം ഇമ്പോർട്ടൻറ്റ് ഫോർ എ ചൈൽഡ്? എന്തുകൊണ്ടാണ് ഫ്രീഡം കുട്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടായിരിക്കും? It helps them to mischief, it allows them to develop self-respect and function efficiently, to makes them depend on others. എന്താണ് ഇതിൽ വരുന്നത്? ആൻസർ ഈസ് ടു അലൗസ് ദം ടു ഡെവലപ്പ് സെൽഫ് റെസ്പെക്ട് ആൻഡ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി. അവരുടെ കഴിവുകൾ വർദ്ധിക്കുകയും സ്വന്തം ആയിട്ട് അവർക്ക് തന്നെ ഒരു ബഹുമാനം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് റെക്കഗ്നൈസേഷൻ പ്രൊവൈഡ് ടു എ ചൈൽഡ്? എന്താണ് റെക്കഗ്നൈസേഷൻ ഒരു കുട്ടിയിൽ നൽകുന്നത്? എ സെൻസ് ഓഫ് അൺവാണ്ടഡ്നെസ്, എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ, ഫിയർ ആൻഡ് ആൻസൈറ്റി. ദ ആൻസർ ഈസ് എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. കുട്ടികളെ എന്താണ് അവരെ തിരിച്ചറിയും. നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയ കുട്ടിയോട് പെരുമാറുമ്പോൾ തന്നെ അവർക്ക് എന്താണ്? അവർക്കൊരു എൻകറേജ്മെൻ്റ് ആണ് വീണ്ടും അത് ചെയ്യാൻ, അതിലൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ദ ആൻസർ ഈസ് ദ എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. വൈ ഈസ് സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ചൈൽഡ്? ഓരോ കുട്ടിക്കും സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്തുകൊണ്ട്? ഇറ്റ് മേക്സ് ദം ആൻഷ്യസ്, ഇറ്റ് ഹെൽപ്സ് ദം ബിക്കം ക്രിമിനൽസ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. എന്താണ് essential for happy and healthy life? Okay. Where should a child feel loved to feel secure? എവിടെയാണ് കുട്ടി സുരക്ഷിതരാണ്, നമ്മൾ സംരക്ഷിതരാണ് എന്ന് തോന്നുന്നത്? ദ ആൻസർ ഈസ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അറ്റ് ഹോം ആൻഡ് സ്കൂൾ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ചൈൽഡ് ഡസ് നോട്ട് ഫീൽ ലൗഡ് ആൻഡ് സെക്യൂരിറ്റി? ഒരു കുട്ടിക്ക് എന്താണ് സ്നേഹം കിട്ടുന്നില്ല, വേണ്ടത്ര കെയർ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്താണ് സംഭവിക്കുക? ദേ ബിക്കം മോർ ആക്റ്റീവ്, ദേ മേ ബിക്കം ഫിൽഡ് വിത്ത് ആൻസൈറ്റി ആൻഡ് അഗ്നി, ദേ വിൽ ഡെവലപ്പ് ദ സ്കിൽസ് ബെറ്റർ. ഇതിലെന്തായിരിക്കും? നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ഒരാൾ തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? നമുക്ക് ഭയങ്കര ഉത്കണ്ഠയും സങ്കടമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ആൻസർ ഈസ് അത് തന്നെ. ദേ മേ ബിക്കം ഫിൽഡ് വിത്ത് ആൻസൈറ്റി ആൻഡ് അഗ്നി. ദെൻ വാട്ട് ഷുഡ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡു ടു എൻകറേജ് എ ചൈൽഡ്? ഒരു കുട്ടിയെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പാരൻസ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സൈക്കോളജിക്കൽ പോയിന്റ്സ് തന്നെയാണ്. റെക്കഗ്നൈസ് ആൻഡ് എൻകറേജ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. നമ്മൾ കുട്ടിയെ തിരിച്ചറിയുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുക. വാട്ട് ക്യാൻ എലിമിനേറ്റ് എ ചൈൽഡ് ഫിയർ വെൻ സ്റ്റാർട്ടിങ് സ്കൂൾ? സ്കൂളിലെ ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്കുള്ള പേടി എങ്ങനെ നമുക്ക് മാറ്റാം? ലവ്. എപ്പോഴും എന്താണ്? ലവ് ആൻഡ് ഫോണ്ട്നെസ് എക്സ്റ്റെൻഡഡ് ബൈ ദ ടീച്ചർ. കുട്ടിക്ക് ടീച്ചറുമായിട്ടുള്ള ലവ്, അഫെക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആൻസർ ഈസ് ലവ് ആൻഡ് ഫോണ്ട്നെസ് എക്സ്റ്റെൻഡഡ് ബൈ ദ ടീച്ചർ. വാട്ട് ഈസ് എ ടീച്ചർ എസെൻഷ്യലി ഡിസ്ക്രൈബ്ഡ് ആസ്? എന്താണ് ഒരു ടീച്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആസ് എ ടീച്ചർ എങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്ക്രൈബ്? ആസ് എ നേഷൻ ബിൽഡർ. ആസ് എ നേഷൻ ബിൽഡർ. ഹു ഡിസ്ക്രൈബ് ദ ടീച്ചർ ആസ് ദ മേക്കർ ഓഫ് മാൻ? ആരാണ്
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മേക്കർ ഓഫ് മാൻ എന്ന് സർ ജോൺ ആദംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ എന്ന് പറയുന്ന മേക്കർ ഓഫ് എ മാൻ. ഹു ഡിസ്ക്രൈബ്ഡ് ദ വാട്ട് ഷുഡ് ടീച്ചേഴ്സ് ബിഹേവിയർ ക്യാരക്ടറൈസ്ഡ് ബൈ എന്നാണ് ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടേഴ്സ്. നമുക്ക് എങ്ങനെ സ്വഭാവവിശേഷണങ്ങൾ എങ്ങനെയാണ്? ജെന്റിൽനെസ്, ഹോണസ്റ്റി ആൻഡ് സിംപ്ലിസിറ്റി. ജെന്റിൽനെസ്, ഹോണസ്റ്റി ആൻഡ് സിംപ്ലിസിറ്റി. വാട്ട് റോൾ ഡസ് ദ ടീച്ചർ പ്ലേ ഇൻ ദ സൊസൈറ്റി? ഒരു ടീച്ചർ സൊസൈറ്റിയിൽ എന്താണ് അവർക്കുടെ റോള്? എന്താണ്? സോഷ്യൽ എഞ്ചിനീയർ. ടീച്ചേഴ്സ് ആർ ദ സോഷ്യൽ എഞ്ചിനീയർ. അക്കോർഡിംഗ് ടു പ്ലേറ്റോ, വാട്ട് മസ്റ്റ് എ ഗുഡ് ടീച്ചർ നോ? ഒരു ഗുഡ് ടീച്ചർക്ക് എന്താണ് പ്ലേറ്റോ പറയുന്നത്? ഗുഡ് ടീച്ചർക്ക് എങ്ങനെയാണ്, എന്താണ്? only the subject they teach, the pupils nature and the subject classroom rooms. എന്താണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്? സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളുടെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി സബ്ജക്റ്റ് കുട്ടികളിൽ എത്തിക്കുകയാണോ ചെയ്യുന്നത്? അതേ ക്ലാസ് റൂം റൂൾസ് പാലിക്കുകയാണോ ചെയ്യേണ്ടത്? നമുക്ക് തീർച്ചയായിട്ടും പറയാം എന്താണ് ദ pupils nature and the subject. The pupil nature and the subject. What is the significance of psychology in teaching as per the test? To enforce the discipline, to gain knowledge about children and understand their development, to prepare lesson plans. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ഒരു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അതിൽ നിന്ന് എന്താണ് ഗെയിൻ ചെയ്യൽ, എന്താണ് കുട്ടിക്ക് കിട്ടിയിരിക്കുക, എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ടു ഗെയിൻ നോളജ് അബൌട്ട് ചിൽഡ്രൻ, കുട്ടികളെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുകയും അതുപോലെ തന്നെ അവർക്കുടെ വികാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് മസ്റ്റ് എ ടീച്ചർ സ്റ്റഡി അക്കോർഡിംഗ് ടു ജോൺ ആദംസ്? ജോൺ ആദംസിലൂടെ എന്താണ് ടീച്ചർ എന്താണ് എന്നാണ് പറയുന്നത്? only the subject matter, both the child and the subject, the classroom environment. ഈ പറയുന്നത് ഏതാണ്? both the child and the subject, കുട്ടിയും അതുപോലെ തന്നെ ആ ഒരു വിഷയവുമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ സ്റ്റഡി എന്ന് പറയുന്നത്. വാട്ട് ക്വാളിറ്റീസ് ഷുഡ് എ ടീച്ചർ ഹാവ് ടുവാർഡ്സ് ദെയർ പീപ്പിൾസ്? കുട്ടികളുമായിട്ട് എന്ത് ക്വാളിറ്റീസ് ആണ് ടീച്ചർക്ക് വേണ്ടത്? ഇൻഡിഫറൻസ് ആൻഡ് സ്ട്രിക്ട്നെസ്, ലവ് ആൻഡ് റിഗാർഡ്, ഫിയർ ആൻഡ് പ്രിജുഡിസ്. എന്താണ് കുട്ടികൾ ഒരു ടീച്ചറിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ലവ് ആൻഡ് റിഗാർഡ്. ലവ് ആൻഡ് റിഗാർഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സൈക്കോളജിയിലെ ചൈൽഡ് സൈക്കോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റായ സൈക്കോളജിയിലെ ഒരു 46 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ദിവസം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.